മൂവി ബോക്സിന് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നവംബർ 21 റിലീസാവുന്ന എക്കോ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എന്നോടൊപ്പം നരേന്ദ്രൻ, വിനീതൻ, സന്ദീപ്, 3 പേർക്കും നമസ്കാരം, സ്വാഗതം. കഴിഞ്ഞ ദിവസം തൊട്ടേ ഇതിന്റെ ഒരു മാരത്തോൺ മാരത്തോൺ സെറ്റ് ഓഫ് interviews ആണ്. I'll try not to repeat some. No, not tired. We are enjoying it. Enjoying ആണോ? Yeah, പിന്നെ സാധാരണ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പരിപാടി. ഇതിലെന്താ വെച്ചാൽ ഞങ്ങൾക്ക് പല കാര്യങ്ങളും എടുത്ത് പറയാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ വേറെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വി ആർ ഓക്കെ. ഒരു ബന്ധമില്ലാതെ. അല്ലല്ല ബന്ധമുള്ളത് തന്നെ. First of all, congratulations for your 40 years in movie industry. Oh, thank you. Thanks. Yes, 2025. Yes, yes. 40 years, right? Narayan, 20 years, I think. Yeah. 20 years, Right. 40 years. And coming to Echo, see, ഇപ്പോൾ ഈ ഒരു ക്രൂ നമുക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഹൈ തരുന്നത് ഇതിന്റെ ഒരു ക്രൂ ആണ്. ഡയറക്ടർ, റൈറ്റർ തന്നെ DOP. നിങ്ങളെയും അട്രാക്ട് ചെയ്തത് അത് തന്നെയാണോ? ഉറപ്പായിട്ടും. No, certainly. ഉറപ്പായിട്ടും. പിന്നെ സ്ക്രിപ്റ്റ്, ക്രൂവും പിന്നെ സ്ക്രിപ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് പിന്നെ ഇങ്ങനത്തെ ഒരു ഫിലിം മേക്കേഴ്സ് ആണ് അത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ യു ജസ്റ്റ് ഹാവ് ടു സറണ്ടർ. അവിടെ പോയിട്ട് ജസ്റ്റ് സമർപ്പിക്കുക, അത്ര തന്നെ. ഞാൻ ഇങ്ങനത്തെ ഒരു ടെറൈനിൽ വർക്ക് ചെയ്തില്ല, പക്ഷെ വിനീതേട്ടനൊക്കെ വർക്ക് ചെയ്തു. ചെറുതായിട്ട് ചെയ്തു. സന്ദീപിനും ആദ്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ഹോൾസം എടുക്കുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. പക്ഷെ നമ്മൾ പല പടങ്ങൾക്കും ഇങ്ങനത്തെ കാടുകളിലും മലകളിൽ ആൻഡ് ഓൾ ദാറ്റ്, ഊട്ടി, there are so many locations like this where you shoot. ഞാൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് തോന്നുന്നത് ലൊക്കേഷൻ പരിപാടി. അതെ. അതെ, ഞാൻ സന്ദീപിന്റെ ഒരു സാധനം കണ്ടു, ബാക്ക് ഷോട്ടിനുള്ള കാര്യം, എന്നൊക്കെ പോസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആൻഡ് കമ്മിങ് ടു ദ സന്ദീപ്, ലക്കി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലക്കി ഇൻ ദ സെൻസ് you got to work with set of directors that are so much appealing to the audience. അപ്പോൾ ഭയങ്കരമായിട്ട് അവർ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അത് നമ്മുടെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞത് പഠിക്കും, കംപ്ലീറ്റഡ് 5 to 6 years. എന്നാലും ഇത് എത്തി നിൽക്കുമ്പോൾ ഓടി ഫീൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് പറയുന്ന ഫാക്ടർ തന്നെയാണ്. അത് നമുക്ക് നമ്മള് സിനിമ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പരിധിയിൽ നമ്മുടെ ടാലന്റ് ആയിരിക്കും, നമ്മുടെ വിഷൻസ് ആയിരിക്കും. പക്ഷെ അത് എത്തിച്ചേരുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വരുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡെഫിനറ്റ്ലി പറയുന്ന നല്ല ഡയറക്ടേഴ്സ് അപ്രോച്ച് ചെയ്യുന്നത് എന്റെ ഭാഗ്യം തന്നെയാണ്. അതിന് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ മെസ്സേജ് ചാൻസ് കാണുമ്പോൾ സംസാരിക്കും. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ദിജിത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ കാസ്റ്റിംഗിന് മുന്നേ ഇഷ്ടനാഥ കണ്ടതിന് ശേഷം ഞാൻ അത് അപ്രീസിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ലവ് ടു വർക്ക് വിത്ത് യു സംഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അതെ മച്ച് തീർച്ചയായിട്ടും കൃഷ്ണന്റെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വന്നത്. ഒരു അസോസിയേറ്റ് വഴിയാണ് എനിക്ക് വന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സോ ദേ വോണ്ട് ടു അപ്രോച്ച് യു, ചേട്ടാ അങ്ങനത്തെ ഒരു സാധനം ചെയ്യും. അപ്പൊ എനിക്ക് ഇവരുടെ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓക്കെ. ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കാം എന്തായാലും, എന്താണ് ക്യാരക്ടർ എന്താണെന്നും അന്ന് ഞാൻ ചോദിച്ചെന്നില്ല. കാരണം അതാണ് ഈ ചില കോമ്പോന്റെ എഫക്റ്റ് ഉണ്ടല്ലോ നമ്മളിൽ, പ്രത്യേകിച്ച് ആ പടമൊക്കെ വെച്ചിട്ടുള്ള ഒരു കിഷ്കിന്റെ കാണ്ടും നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നില്ലയാവും. അപ്പോൾ ഇവരുടെ ടീമാന്ന് പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു യെസ് ഐ ലിസൺ ടു ഇറ്റ്. ഞാൻ ഉടനെ അവർ വിളിച്ചു. അപ്പോൾ ആദ്യം തന്നെ ബാബുൽ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. പിന്നെ ഇറ്റ് വാസ് എ ട്രീറ്റ് റീഡിങ് ഇറ്റ് ആക്ച്വലി. ഭയങ്കര ഒന്നാമത് വളരെ അൺയൂഷ്വലായ ഒരു പ്രിമൈസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ഒരു എഴുത്തും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ടൊരു സംഭവം. പല ക്യാരക്ടേഴ്സിനും വളരെ നല്ല ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സും ഒരു ചെറിയൊരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഫീലൊക്കെ ഉള്ള ഒരു സംഭവം. വായിക്കുമ്പോൾ തന്നെ കിട്ടാൻ അത്ര എളുപ്പമല്ല അങ്ങനത്തെ സംഭവങ്ങളെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് റൈറ്റിംഗും. അതാണ് ഞങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ അതിന്റെ ഡയലോഗ്സിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻ ദ സെൻസ് ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള വാക്കതൊന്നുമല്ല. പക്ഷെ അത് ബാഹുലിൻ്റെതായ ഒരു രീതിയിൽ അത് പറയണം എന്നുണ്ട്. ആ വാക്കൊന്ന് ഇങ്ങോട്ടോ ഒന്ന് അങ്ങോട്ടോ നോ. അതെ അതുപോലെ അതിൻ്റെ ദർ ഇസ് എ വേ ടു സേ ഇറ്റ് ഓൾസോ. ആ പോസ് അവിടെ തന്നെ പോസ് ചെയ്താൽ നല്ലത്. അങ്ങനെ അല്ലെങ്കിൽ പുള്ളി എന്നെ ക്യാമറമാൻ ആയതുകൊണ്ട് അപ്പം തന്നെ പുള്ളി നിർത്തിയിട്ട് പറയും ചേട്ടാ അതല്ല ആ വാക്ക് ഇത് കഴിഞ്ഞിട്ടാണ് അത് ഇങ്ങനെ പറയും. ഓക്കെ അപ്പോൾ അങ്ങനെ. സോ ആ ഒരു പ്രോസസ് വാസ് വെരി
ന്യൂ ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഞാനും ആദ്യമായിട്ടാണ് ഒരു ക്യാമറമാൻ കം റൈറ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു വി ഓൾ ഗോട്ട് ദറ്റ് ന്യൂ എക്സ്പീരിയൻസ് ആക്ച്വലി. ക്യാമറമാൻ കം റൈറ്റർ അത് ഈ ഒരു സെറ്റിൽ അതെ അതെ ഇല്ല എനിക്ക് ഫസ്റ്റ് ടൈം ഷാജി സാറിനോടൊക്കെ വരുന്നു, ഷാജിൻ കരുൺ. പക്ഷെ അദ്ദേഹം ഹീസ് ടു ഹാവ് റൈറ്റേഴ്സ്. ഞാൻ സ്വപാനൊക്കെ ചെയ്യുമ്പം അത് സജീവ് ആണ് എഴുതിയത്, സജീവ് പാഴൂർ. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആണ്. പക്ഷെ ഷാജി സാർ എഴുതുന്ന അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ. ആൻഡ് പക്ഷെ സിനിമ ഷാജി സാർ ഡയറക്ട് ചെയ്യുമ്പോൾ ഐ തിങ്ക് ദേ യൂസ് ടു ഹാവ് cameraman used to be that. So സർഗത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഹരൻ സാറിന്റെ പ്രൊഡക്ഷനാണ്. അപ്പം ചിലപ്പം ഏർലി മോർണിംഗ് ഷോട്ട്സും സാറിന് ചിലപ്പോൾ പ്രൊഡക്ഷന്റെ ചില കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം വരാനുണ്ടാവുക. സോ അതെല്ലാം മോണിറ്റർ ചെയ്യാൻ ആ സമയത്ത് അങ്ങനെയായിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ടുഡേ നോ ലൈക്ക് സോ എവറിത്തിങ് വാസ് നത്തിങ് വാസ് കമ്പ്യൂട്ടറൈസ്ഡ് ഓൾസോ. ദേ ഹാഡ് ടു പേഴ്സണലി സൈൻ ആൻഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം പല ഏർലി മോർണിംഗ് സീക്വൻസസും ഷാജി സാറിന് ഏൽപ്പിച്ചിട്ടാണ് ഹരൻ സാർ നമ്മളിപ്പം 4-5 മണിക്ക് നമ്മൾ അസംബിൾ ചെയ്ത് ബിറ്റ്വീൻ 5:30 and 6 ആ ഏർലി മോർണിംഗ് മാജിക് അവർ എന്ന് പറയാം. ആ ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ടത് ഒരുപാട് സീൻസ് ഷാജി സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അതായത് ഹരൻ സാർ കൂടെ ബ്രീഫ്റ്റും. സോ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. ഐ മീൻ വിത്ത് ദ ക്യാമറ ഹീസ് ടു കം ആൻഡ് എക്സ്പ്ലെയിൻ. അതും ഷാജി സാറിന്റെ എക്സ്പ്ലനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഹി ഡസൻ ആക്ട് ആൻഡ് ഷോ യു. പക്ഷെ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷനിൽ ആ ക്യാരക്ടർ എന്താണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ ഈ ഹരിദാസ് ഇത്ര ഓപ്പണിംഗ് ഓഫ് ദ ഫിലിം ഇവൻ ഈ വീട്ടിലേക്ക് വരുന്ന ഒരു സീക്വൻസ് ഉണ്ട് തമ്പുരാട്ടിനെ കാണാൻ. അപ്പൊ ആ നടപ്പാതയുണ്ട് ദറ്റ് പടിപ്പുര കയറിയിട്ട് വരുന്ന. അപ്പൊ അവിടെ ഒരു ടെലി ലെൻസിൽ ഒരു ട്രോളി ഷോട്ടാണ്. അപ്പൊ അത് എടുക്കുമ്പോൾ ഷാജി സാർ എന്നോട് പറഞ്ഞത് ഇവൻ എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്, താടിയൊക്കെ ആയിട്ട് ഇവൻ കയറി വരികയാണ്. അപ്പം ഷാജി സാറിന്റെ അടുത്ത് വന്നു പറഞ്ഞു വിനീത് അത് വരുമ്പം ഈ ഇങ്ങനെ ചെമ്പരത്തികളും വള്ളികളൊക്കെ ഇങ്ങനെ ഉണ്ട്, ചെടികൾ ഉണ്ടാവുമല്ലോ. സാർ അതിങ്ങനെ ഒന്ന് തലോടണം. ഇറ്റ്സ് ലൈക്ക് വെൽക്കമിങ് യു ബാക്ക് ടു ദാറ്റ് ഹൗസ് ബിക്കോസ് ദർ ആർ സോ മെനി മെമ്മറീസ്. സി ലുക്ക് ഹൗ ദേ ഇന്റർപ്രിറ്റ് ദാറ്റ്. പക്ഷെ അത് ആ ഷോട്ട് കാണും എന്ന് വെച്ച് ഇങ്ങനെ പോയി നമ്മൾ ഇതാക്കണം എന്നല്ല. അതിങ്ങനെ വരുമ്പോൾ അത് അറിയാതെ ആ ചെമ്പരത്തിയും ആ വള്ളി ഇങ്ങനെ ഒന്ന് തട്ടിപ്പോലെ ഇറ്റ് ലുക്ക് ലൈക്ക് ദേ ആർ റിസീവിങ് യു ടു ദാറ്റ് ഹൗസ്. ദിസ് ഇസ് ദ വേ ദേ ഇന്റർപ്രിറ്റ്. സോ ദാറ്റ് എക്സ്പ്ലനേഷൻ ഒക്കെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഷാജി സാർ. So നമ്മൾ when you talk about cinematographer come director come writer and all, there are so many great filmmakers like that. Balu Mahendra sir, cinematographer Santosh Shivan sir. Santosh Shettak അതിന്റെ ഒരു വിസേർഡ് ആയിരുന്നല്ലോ, ലൈക്ക് ഡിറക്ഷൻ ആൻഡ് അതെ. സോ അങ്ങനെ ലോട്ട് ഓഫ് ലെജൻഡ്സ് അതെ, മാസ്റ്റേഴ്സ് അതെ. പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ക്യാമറ വാസ് എ വെരി അൺയൂഷ്വൽ കോമ്പിനേഷൻ. എനിക്ക് നമ്മളൊക്കെ സിനിമ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കാണുമ്പോഴേ ടൺസ് ഓഫ് എക്സ്പീരിയൻസ്, ടൺസ് ഓഫ് എത്രയോ മെമ്മറീസ്, കാര്യങ്ങൾ, ലെജൻഡ്സ്. പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇതിനെ പറ്റി സംസാരിക്കണമെന്നൊക്കെ ഒരു മാസ്റ്റർ ക്ലാസ് എവിടെ ഇതിനെ വെച്ച് ചെയ്യണമെന്നല്ല ആഗ്രഹമുണ്ട്. ടു നോ അബൌട്ട് അന്നത്തെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ അതെ അല്ല വെരി ബ്ലെസ്ഡ്. ഞാൻ എന്താ പറയാം, നമ്മളെല്ലാം ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതൊക്കെ കാണുന്നത്. ഇത്തരം ഗ്രേറ്റ് ലെജൻഡറി ഫിലിം മേക്കേഴ്സ്. അത് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, ഞാൻ തമിഴിലും തെലുങ്കിലും ഒക്കെ ഐ വർക്ക് വിത്ത് സം വെരി ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സ് ലൈക്ക് ക്രാന്തികുമാർ സർ, കെ ബാലചന്ദ്ര സർ, ശങ്കർ സർ, അവിടെ ശരത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രവിരാജ പിൻസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ തെലുങ്കിലെ വലിയ ഡയറക്ടേഴ്സ് അവരൊക്കെ. സോ ഐ ഹാഡ് ദ ഗുഡ് ഫോർച്യൂൺ ടു വർക്ക് വിത്ത് ഓൾ ഓഫ് ദം. രവിരാജ സാറിനോട് ഞാൻ 3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്സ് എടുക്കുന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ആദി എന്ന് പറഞ്ഞ സ്റ്റാർ തമിഴില്. ആദിയുടെ രവിരാജ പിൻസിറ്റി സാറാണ് മോസ്റ്റ് ഓഫ് ദി ബ്ലോക്ക് ബസ്റ്റർ തമിഴ് ഫിലിംസ് യൂസ് ടു ബി റീമേഡ് ഇൻ തെലുഗു ബൈ രവിരാജ സാർ, ലൈക്ക് ചിന്നത്തമ്പി. ആക്ച്വലി നേരത്തെ വിനീതേട്ടന്റെ എക്സ്പീരിയൻസസ് പറയുമ്പോഴാണ് ഈ തെലുങ്കിന്റെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പലതും അറിയില്ല. എന്നുവെച്ചാല് തെലുഗൊക്കെ നമ്മൾ തന്നെ ഇപ്പോഴാണ് എക്സ്പോസ് ചെയ്യല്, ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, ഒരു 10 years ഒക്കെ മാക്സിമം. പക്ഷെ ഇത് എത്രയോ മുമ്പത്തെ. അതെ ലൈക്ക് ഞാൻ എനിക്ക് 95 കാതൽ ദേശത്തിന്റെ ഒരു സക്സസ് ആണ്. എനിക്ക് തെലുങ്കിൽ ഐ ഡിഡ് ഓൾമോസ്റ്റ് 18 ഫിലിംസ് ആ സമയത്ത്. ലോട്ട് ബിഗ് രാംഗോപാൽ വർമ്മ സാർ, വംശി, അവിടുത്തെ വലിയ വൈഫ് ഓഫ് വരപ്രസാദ് എന്ന് പറഞ്ഞ പടമുണ്ട്. അത് ചക്രവർത്തി ഞാനുമായിരുന്നു അതില്. SPB സാറാണ് അതിൽ വേറൊരു സെൻട്രൽ ക്യാരക്ടർ.
സോ അങ്ങനെ ലോഡ് ഓഫ് പ്രഷ്യസ് മെമ്മറീസ് ആൻഡ് ആസ് യു സെഡ് ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു അമൂല്യ നിധി പോലെ സൂക്ഷിക്കേണ്ട മൊമെന്റ്സ് ആണ് ആൻഡ് പഠനാനുഭവങ്ങളാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പൊ SPBന്റെ കൂടെ 6 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ വോയിസിന് ഞാൻ ലിപ്സിങ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്, തമിഴിലൊക്കെ, തെലുഗുല്. അദ്ദേഹത്തിനൂടെ അഭിനയിച്ചിട്ടുണ്ട് 6 സിനിമയിൽ. അത് ദാറ്റ് വാസ് ഒരു അബ്സല്യൂട്ട് ട്രീറ്റ്. ആരോ പ്രാണം, വൈഫ് ഓഫ് വരപ്രസാദ്, ദേവദൈ, അല്ല നന്ദിനി, പടുതത്തിയേക എന്നൊക്കെ പറഞ്ഞിട്ട് പടങ്ങള് നമുക്ക് അറിയുന്നില്ല അത് ആ ഭാഗം. അല്ല ആ സമയത്ത് അങ്ങനെ അത്തരം പടങ്ങളൊന്നും ഇങ്ങനെ കേരളത്തിലേക്ക് ഡബ് ചെയ്യാറില്ല. ചിരഞ്ജീവി അങ്ങനെ 2-3 പേര് ഒക്കെ ആകർഷിച്ചതൊക്കെ നമുക്ക്. അല്ല ബാലു സാർ വാസ് എ വെരി പോപ്പുലർ ആക്ടർ ഓൾസോ. ആൻഡ് അദ്ദേഹം ഹി യൂസ് ടു ഡബ് ഫോർ കമൽ സാർ. കമൽ സാറിന്റെ എല്ലാ തമിഴ് പടത്തിന്റെ തെലുഗു വോയിസ് most of his dubbed films in Tamil, SPB used to give voice for Kamal Haasan. So Kamal Haasanന്റെ വോയിസ് ആയിട്ടാണ് SPB സാർ. അങ്ങനെ ഒരു വലിയ ബോണ്ടിങ് ഉണ്ടായിരുന്നു അവർ തമ്മില്. സോ അങ്ങനെ ഒരു എക്സ്ട്രോർഡിനറി ലെജൻഡിന്റെ കൂടെ ഒക്കെ ഒരു ഇൻഡസ്ട്രീസ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ തെലുങ്കും കന്നഡ ഇപ്പൊ തന്നെ KGF-ന് ശേഷമുള്ള കന്നഡ കുറച്ചുകൂടെ വൈഡ്സ്പ്രെഡ് ആയിട്ട് സംസാരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സക്സസ്, ഞാൻ അത് ചോദിക്കണം, ഇപ്പൊ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആണ് ഒരു ഇൻഡസ്ട്രിയെ പറ്റി കൂടുതൽ. ഇപ്പൊ ബാഹുബലി ഫോർ എക്സാമ്പിൾ 2015 ശേഷം തെലുങ്കിലേക്ക് നമ്മളിപ്പോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കന്നഡയും അതുപോലെ ഒരു കമേഴ്ഷ്യൽ സക്സസിലാണല്ലോ ആന്തരിക. പക്ഷെ ലൈക്ക് ഇതുപോലത്തുള്ള ജെം പടങ്ങൾ, ഇതുപോലുള്ള ജെം സാധനങ്ങളൊക്കെ നേരത്തെ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ചെന്നൈയിലേക്ക് പഠിക്കാൻ പോയപ്പോൾ അപ്പോൾ അവർക്ക് അറിയില്ല മലയാളം സിനിമ എങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഇത്രയും മനോഹരമായ ഇപ്പോൾ 80s 90s ഇപ്പോൾ നമ്മളൊക്കെ കണ്ടു വളർന്നപ്പോൾ കിരീടം പോലത്തെ പടങ്ങളോ വടക്കൻ വീരകാലത്തോ ഇതൊന്നും ഇവർക്ക് അറിയില്ല. എങ്ങനെ അറിയുന്നു, എങ്ങനെ അറിയും? അപ്പോൾ അതിന് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം നമ്മുടെ അവസ്ഥയിൽ ഒരു OTT ഇത് വന്നപ്പോൾ നൗ ഇറ്റ് ഇസ് കമ്മിങ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇതേ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ എത്രയോ വർഷങ്ങളായി പടങ്ങൾ വരുന്നു. പക്ഷേ പ്രോബബ്ലി നമുക്ക് പിന്നെയും ചിലപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ അല്ലു അർജുൻ്റെ ഒക്കെ പടങ്ങൾ ഇവിടെ എന്നുള്ളതുകൊണ്ട് ഓക്കെ. പക്ഷെ ഒരു നോർത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ദേ നീഡഡ് എ ബാഹുബലി 2. സോ ഇറ്റ്സ് ഓൾവേസ് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ഫോം വേണ്ടി വരും ഫോർ അസ് ടു ലുക്ക് അറ്റ് ഇറ്റ്. എന്നിട്ട് നമ്മൾ ഉള്ളിൽ പോകുമ്പോഴാണ് അറിയാം, ഓ ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പൊ ഈ ചിലപ്പോൾ 1-2 മലയാള സിനിമ കണ്ട് നോർത്ത് ഇന്ത്യൻസും ഇവരൊക്കെ കണ്ട് OTT കണ്ട് ഞെട്ടിയപ്പോഴായിരിക്കും അവര് ഇനി നോക്കുമ്പോഴാണ് അവരറിയണത്, ഓ ഈ ഇൻഡസ്ട്രി ഇങ്ങനെ ആയിരുന്നു അല്ലേ. അല്ലല്ല, പക്ഷെ അതിനു മുമ്പ് ഐ തിങ്ക് മണിരത്നം സാർ, AR റഹ്മാൻ, അത് കുറച്ച് പേര് മാത്രം, ഓഡിയൻസിന് അറിയില്ല. ഇൻഡസ്ട്രി പീപ്പിൾ ഓൾവേസ് ലവ് ഓഡിയൻസ് ഓൾസോ ബിക്കോസ് ആൻഡ് ദ സിനിമാറ്റോഗ്രാഫേഴ്സ് സന്തോഷ് ശിവൻ, രവി കെ ചന്ദ്രൻ, ഇവരൊക്കെ ഭയങ്കര സോർട്ട് ഓഫ്. ആൻഡ് അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഫിലിംസിന് വേറെ തന്നെ ഒരു തലത്തിലായിരുന്നു ആ റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഈവൻ ഫിലിം ലവേഴ്സ് ദാറ്റ് ഇസ് ഫിലിം മേക്കേഴ്സ് ഡോണ്ട് ഔട്ട്. കാരണം എല്ലാ വലിയ ടെക്നീഷ്യൻസും ഇവിടെ നിന്നാണ്. പക്ഷെ സാധാരണ പ്രേക്ഷകർക്ക് ഇപ്പോഴാണ് അവർ പറയുന്നത് നമ്മുടെ പടങ്ങൾ ഓരോരോ ആർട്ടിസ്റ്റുമാരുടെ പേരുകളും ഇതൊക്കെ. ഇവര് കുറെ കാലങ്ങളായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു പലവരും, അല്ല ഞാൻ പറയാ. അപ്പൊ അതിന് ഇതൊരു ഫോമായി. ഇപ്പൊ ഈ പറഞ്ഞ കമേഴ്ഷ്യൽ സക്സസ് ഓൾവേസ്. ഇപ്പൊ നമ്മൾ ഏതൊരു പടം ചെയ്താലും ഏതൊരു ആർട്ടിസ്റ്റിന്റെ നെയിം ചെയ്തോളൂ, unless their films are hits, അത് മറ്റേ നമ്മൾ വർക്ക് ഓഫ് ആർട്ട് ലാർജർ ഓഡിയൻസിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ആ റീച്ചില്ല. നമ്മൾ ഈ പറയുന്നവരുടെ പേര് നമ്മൾ പറയില്ല പൊതുവെ, കാരണം അറിയാതെ പോകും പലതും. എത്രയോ പടങ്ങൾ ഉണ്ടാവില്ല, എത്രയോ ആർട്ടിസ്റ്റുമാരുണ്ടാവില്ല. അപ്പൊ അതെപ്പോഴും ഒരു ഫാക്ടറാണ് ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇതില്. കമേഴ്ഷ്യൽ സക്സസ് ഒരു ഡെഫിനിഷനിലേക്ക് മാറുന്നതിനോടുള്ള യോജിപ്പുണ്ട്. അതായത് കമേഴ്ഷ്യലി സക്സസ് ആയാൽ മാത്രമേ ഈ വർക്ക് കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. സ്വാഭാവികല്ലേ. വൈ ഇസ് കിഷ്കിന്ദ കാണ്ഡം സോ ടോക്ഡ് അബൌട്ട്? കിഷ്കിന്ദ കാണ്ഡം ഓടിയില്ലാന്ന് വെച്ചോളൂ. നമ്മളൊക്കെ കണ്ടു മനോഹരമായ പടം, പക്ഷെ ഓടിയില്ല അല്ലേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദിസ് ഹൈപ്പ് ഇസ് നോട്ട് ദെയർ ലോജിക്കലി. ഫോർ എക്സാമ്പിൾ പഴയ പത്മരാജൻ പടങ്ങൾ നമ്മൾ ഇപ്പോൾ ഇതേ ആസ്പെക്ടിൽ എടുക്കുകയാണെങ്കിൽ കമേഴ്ഷ്യലി സക്സസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തിയേറ്റേഴ്സ് എന്റെ അറിവ് വളരെ മിതമാണ്. ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. ബട്ട് ഞാൻ കേട്ടറിയുന്നത് പറഞ്ഞാൽ അത് വളരെ വലിയ കമേഴ്ഷ്യൽ സക്സസ് അല്ല. പിന്നീട് അങ്ങോട്ട് ടോക്ഡ് അബൌട്ട് അങ്ങനെ എത്രയോ പടങ്ങളുണ്ട് പിന്നീട് അങ്ങോട്ട്. അങ്ങനെ ചില പടങ്ങൾ പ്രസന്റ് ടൈമിൽ അതിനെ പോപ്പുലറൈസ് ചെയ്യുമ്പോഴാണ് അതിന്റെ വാല്യൂ കൂടുന്നത്. അത് ഇറ്റ്സ് എ റിയാലിറ്റി. അത് നമ്മൾ ചില പടങ്ങളുണ്ട് അങ്ങനെ. ബട്ട് അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല. 90% ഇറ്റ്സ് ഓൾവേസ് ദ സക്സസ് ഫിലിംസ്. അങ്ങനെ നോക്കിയാൽ വേണുചേട്ടന്റെ
ഏർലിയർ ഫിലിംസ് ക്ലാസിക്സ് ആണ് എല്ലാം, മോസ്റ്റ് ഓഫ് ദം. അത് അന്നത്തെ കമേഴ്ഷ്യൽ സക്സസ്ഫുൾ പടങ്ങളൊന്നും ആയിരുന്നില്ല, മോസ്റ്റ് ഓഫ് ദം, നോട്ട് എവറിത്തിങ്. മേ ബി കള്ളൻ പവിത്രൻ ഓൾവേസ്. പക്ഷെ എന്തൊക്കെ ക്ലാസിക്സ് ആണ് ആ സമയത്ത്. ഇത് വേണുചേട്ടൻ ഡയറക്ടർ മോഹൻ കോമ്പിനേഷനിൽ വന്ന കുറെ പടങ്ങളുണ്ട്. മംഗളം നേരുന്നു, ഒരു കഥ ഒരു നുണക്കഥ, ഇതൊക്കെ ലൈക്ക് ഓൾ ടൈം ക്ലാസിക്സിൽ പെടുത്താം നമുക്ക്, പെർഫോമൻസ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും. സോ അങ്ങനെ ബട്ട് റിയാലിറ്റി ഈസ് യു നീഡ് ടു ഹാവ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ഫിലിംസ്. ഫോർ എക്സാമ്പിൾ ഒന്നുമില്ല, ഇപ്പൊ now സന്ദീപ് ഇസ് ജസ്റ്റ് കമ്മിങ്. സന്ദീപ് അഭിനയിച്ച ഫാലിമി, മറ്റേ നമ്മുടെ ജിംഖാന, പടയക്കുളം, കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണ് ഇതൊക്കെ. ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. ഇതൊന്നും ആയിരുന്നില്ലെങ്കിൽ നമുക്കറിയില്ല. പക്ഷെ അതൊന്നും ആയിരുന്നില്ലെങ്കിലും എലിമെന്റ് ഓഫ് ഗുഡ് വിൽ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു എസ്പെഷ്യലി ആക്ടേഴ്സിന് ഇഫ് യു ബീൻ എ പാർട്ട് ഓഫ് ഗുഡ് വർക്ക് ആൻഡ് ഒരു ഗുഡ് ബോഡി ഓഫ് വർക്ക് ആണ്, അതിനൊരു അപ്രിസിയേഷൻ ഗുഡ് ടാലൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ സക്സസ്. അതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് ലൈക്ക് യുനോ ലൈക്ക് എന്റെ സക്സസ് റേഷ്യോ നോക്കിയാൽ കമ്പാരിറ്റീവ്ലി നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് സക്സസ്. That's what I'm saying. But artistically, critically acclaimed ആയിരിക്കാം. ഭയങ്കര സക്സസ് റേഷ്യോ ഇല്ല. അതെ, അല്ല അങ്ങനെ അല്ല, that goodwill. So that's what Narayan is saying, that commercial success എന്നുള്ളത് is very important, especially present time. അങ്ങനെ നോക്കിയാണെങ്കിൽ നിങ്ങൾ 3 പേരുടെ കേട്ടോ, what is your check point film എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാറ്? ഇപ്പൊ നമ്മളൊരു വർക്ക് ബോഡി വർക്ക് ചെയ്യുമ്പോഴേക്കും I have these films as check points എന്ന് പറയുന്ന നിങ്ങളുടെ കരിയറിൽ ഉണ്ടായ ചെക്ക് പോയിന്റ്സ് എന്ന് ഉദ്ദേശിച്ചത് like this film Milestone പോലെ. എനിക്ക് പല സമയങ്ങൾ പലതുമാണ്. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് അല്ലേ. എനിക്ക് സ്റ്റാർട്ട് ഓഫ് വിത്ത് എനിക്ക് മൈ സ്റ്റാർട്ടിങ് വിത്ത് ഫോർ ദ പീപ്പിൾ വാസ് എ സ്റ്റെപ്പിംഗ് തിങ്. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു, എനിക്കൊരു ഒരു വർഷം ഗ്യാപ്പ് വന്നു. കാരണം ഒരു വലിയ ഹിറ്റിന് ശേഷം സാധാരണ ആർട്ടിസ്റ്റുമാർ ഒരു വർഷം ഒന്നും ഗ്യാപ്പ് ഒന്നും അന്ന് കൊടുക്കാറില്ല. ഇപ്പൊ പിന്നെയും ഉണ്ടാവാറുണ്ട്. അന്ന് വിത്തിൻ 2 മാസം അടുത്ത പടം ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ 3 മാസത്തിനകം. അപ്പൊ പിന്നീട് എനിക്ക് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ അച്ചുവിന്റെ അമ്മയായിരുന്നു. അങ്ങനെ തമിഴിൽ എൻ്റെ ആദ്യത്തെ പടം അതൊരു ബ്രേക്ക് ത്രൂ. പിന്നെ ക്ലാസ്മേറ്റ്സ് ഒരു ഇതായിരുന്നു. അഞ്ചാതെ ഭയങ്കര എനിക്കൊരു അഞ്ചാതെ വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫിലിംസ്. പിന്നീട് കുറേ വർഷം ഒരു ഗ്യാപ്പിന് ശേഷം അവിടെയും ഇവിടെയും അങ്ങോട്ട് സക്സസ് അല്ലാത്തതിൻ്റെ ഒരു ടൈം ഫ്രെയിമിന് ശേഷം പിന്നെ ഒരു ബ്രേക്ക് ത്രൂ വന്നത് കൈദിയാണ്. അങ്ങനെ ദർ വാസ് അങ്ങനെ Classmates is before Anjadi, 2006. That was a big break. Big break for me, yeah. But then I did Tamil before. My Chitram Bezari കഴിഞ്ഞിട്ടാണ് ഞാൻ Classmates ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ lot of checkpoints were there here and there. ട്രാൻസിഷൻസ് അല്ല എന്റെ ടു ദ ലൈം ലൈറ്റ് എന്നെ ഒരു പോപ്പുലർ ആക്കിയത് നക്ഷത്രങ്ങൾ, മൈ സെക്കൻഡ് ഫിലിം. ആൻഡ് ദാറ്റ് വാസ് എ ബിഗ്, അത് അവിടെ നിന്നാണ് കുറെ പടങ്ങള്. പക്ഷെ പ്രൊഫഷനായിട്ട് എടുത്തതിന് ശേഷം സർഗം വാസ് ഡെഫിനറ്റ്ലി ഒരു ഗ്രേറ്റ് മേജർ മൈൽ സ്റ്റോൺ. അത് ആൻഡ് ഡിഫറെന്റ് ആസ് നരേൻ സെഡ്, നമുക്ക് ഡിഫറെന്റ് areas കഴിയുമ്പോൾ as you mature also, no? Then Kabuliwala and Manate Vellitere was, Kabuliwala commercially successful also, Manate Vellitere because it was fast successful. അങ്ങനെ then കാതൽ ദേശം opened up another കാതൽ ദേശമൊക്കെ നമ്മള് ഭയങ്കരമായിട്ട് അവിടെ പോയിട്ട് ആ ഒരൊറ്റ പടത്തിന്റെ സക്സസ് ഇതിലാണ്. I did almost 18 films in Telugu those times just because of കാതൽ ദേശം. പക്ഷെ ചെയ്തതെല്ലാം നല്ല സിനിമകളും നല്ല ഡയറക്ടേഴ്സും ആയിരുന്നു. സോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. then of course തമിഴ് ചന്ദ്രമുഖി was there. so അങ്ങനെ a lot of films. മലയാളം recently of course Pachu was a big break for me. ഒരു പോയിന്റ് ഒരു 2.0 വില്യന്റെ കണ്ടത്. ലൈക്ക് ഐ സീൻ സോ മെനി റൈറ്റേഴ്സ് കണ്ടിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വില്യൻ കാണാൻ തുടങ്ങിയത്. Do you agree to that statement? Yeah, see, as you mature, no, as an actor and you get older, there's so much to explore and അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതല്ലേ നമ്മളുടെ ഒരു ഭാഗ്യം. യു നീഡ് ടു ഗെറ്റ് ദാറ്റ്. ഇപ്പം നരേനും എനിക്കും ഒക്കെ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇങ്ങനത്തെ ഒരു പവർഫുൾ ക്യാരക്ടർ വരുന്നത് ഇസ് എ ഗ്രേറ്റ് ഓണർ ആൻഡ് അച്ചീവ്മെന്റ് ആൻഡ് എ ബ്ലെസ്സിങ് ആക്ച്വലി. സോ അതാണ് ആ ഓപ്പർച്യൂണിറ്റി വരുമ്പം അത് ഗ്രാബ് ചെയ്തിട്ട് ഞാനൊക്കെ അങ്ങനെയാണ്. ഐ പുട്ട് ഇൻ ഓൾ മൈ എഫർട്ട്. ആൻഡ് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ജേർണിയാണ് അത് ഫോർ ആക്ടേഴ്സ്, എസ്പെഷ്യലി വെൻ യു വർക്കിംഗ് വിത്ത് ദ റൈറ്റ് ടീം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ മൂന്നുപേരുടെ ബോഡി ഓഫ് വർക്കിന്റെ ചില പരിപാടികൾ ഞാൻ കുറിച്ചിട്ടുണ്ട്. ജസ്റ്റ് ടു നോ ഹൗ മച്ച് യു ഗൈസ് നോ അബൌട്ട് യുവർ കോ ആർട്ടിസ്റ്റ് മൂവീസ്. എനിക്ക്
എനിക്ക് സത്യം പറഞ്ഞാൽ ചോദിക്കാൻ ആഗ്രഹമില്ല. കാരണം I just want to witness this film in theaters. സമാധാനം, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സന്തോഷം. Very nice. Super. കാരണം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എനിക്ക് നമ്മളൊരു നിങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലോട്ട് തന്നെ എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വിനീതേട്ടൻ അഭിനയിച്ച ചില ക്യാരക്ടേഴ്സിന്റെ പേര് പറയാം. ജസ്റ്റ് ഗസ് their movies was എന്തായാലും ഏത് പടമായിരുന്നു സന്ദീപ് ജയൻ വിനീതേട്ടൻ അഭിനയിച്ച പടം വിനീതേട്ടൻ പറയണം. റോള് ക്യാരക്ടർ നെയിം പറയും. Tell which movie it was. ചോ അങ്ങനെ That is too difficult. ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ട് തുടങ്ങും മാത്രം. ശരി. ഓക്കെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം രാമു. വിനീതേട്ടൻ മറുപടി പറയും. ഇല്ല. രാമു നക്ഷത്രങ്ങൾ സർഗാണോ? അല്ല. സർഗല്ല. ഉണ്ണികൃഷ്ണൻ ഇത് നമ്മുടെ ശോഭന ചേച്ചിയുടെ അല്ല. ലാലേട്ടന്റെ പടമാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇറ്റ്സ് വെരി എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഇതറിയാം ഓഫ്കോഴ്സ്. വൺ ഓഫ് മോഹൻലാൽസ് ഓൾ ടൈം ഫാന്റാസ്റ്റിക് പെർഫോമൻസ്, വൺ ഓഫ് ഹിസ് മാസ്റ്റർ പീസ് ഫിലിം. അങ്ങനെ എത്രയോ പെർഫോമൻസ് ഉണ്ട്, പക്ഷെ ഇത് ലാലേട്ടന്റെ ഏർലിയർ. അങ്ങനെ ഒരു സിനിമ അതെ അതെ. അല്ല, വിത്ത് വിനീതേട്ടനൊക്കെ ചെറിയൊരു പോർഷനേ ഉള്ളൂ അതില്. പക്ഷെ അതില് ലാലേട്ടന്റെ ഒരു പടമാണത്. കമലദളം ഹരിഹരൻ സാർ. അല്ല കമലദള ഹരിഹരൻ അല്ല അമൃതം കർണയ. ഹാവ് യു സീൻ ദാറ്റ് ഫിലിം? അതൊരു അതൊക്കെ ആക്ടിങ്. അതൊരു സംഭവം. ലാലേട്ടൻ, തിലയേട്ടൻ, ബാബു നമ്പൂതിരി സാറ്, എന്തൊരു പെർഫോമൻസ്. വൺ ഓഫ് എം ടി സാർസ് റിമാർക്കബിൾ അല്ലേ? ഇന്നും എന്നോട് ആക്ച്വലി ഫഹദ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഐ ആസ്ക്ഡ് ഹിം ലൈക്ക് ഹൗ വാസ് യുവർ ഇന്ററാക്ഷൻ വിത്ത്, ബിക്കോസ് എം ടി സാറിന്റെ ഇത് ചെയ്തല്ലോ ആന്തോളജി. അതെ, യു വർ ദേർ നോ? I was there one. ഞാൻ രഞ്ജിത്തേട്ടൻ്റെ ഐ വാസ് ദേർ. സോ ഐ വാസ് വർക്കിംഗ് വിത്ത് ഫഹദ് has done ഒരു എപ്പിസോഡ് മഹേഷ് നാരായൺ. So I was excited to know how was this, because most of them went and met MT sir before the shoot out. അപ്പൊ ഫഹദും പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഫഹദ് എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ MT സാറിനോട് ചോദിച്ചു അമൃതം കർണയ ഒന്നുകൂടി ചെയ്യാൻ തരുമെന്ന്. ഷാനു ചോദിച്ചു എന്ന്. ഞാൻ പറഞ്ഞു യു ആസ്ക്ഡ് ദാറ്റ് ടു MT sir? ഞാൻ പറഞ്ഞു yes I asked, can I do അമൃതം കർണയ once more, like. So see, that is the kind of passion അവർക്കെല്ലാം. You must watch. കാബുളി വലയിൽ അതെ അതെ അറിയാം. സന്ദീപ് അറിയാം. സന്ദീപ് ഇന്നലെ ചോദിച്ചു, ഇന്നലെ എന്നോട് ചോദിച്ചു ആ ലുക്കാണോ എന്ന്. അതെ. വിക്ടർ ജോസഫ് എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ. വിക്ടർ പുള്ളിനെ ആലോചിച്ച് ചെയ്ത പടം. അത് പാസ്. പുള്ളിക്ക് തന്നെ അറിയില്ല. ഓ, ഇത് ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ വിനീതേട്ടൻ. വിജയകൃഷ്ണനാണ്. അല്ല, ശോഭന ചേച്ചിയായിട്ട് വർക്ക് ചെയ്തത് അതല്ല. അല്ലല്ല, അത് രമേശാണോ? ആ, മഴവില്ല്. ഇതിപ്പോ എന്നോട് തന്നെ ആദ്യം വിനീതേട്ടൻ പറയട്ടെ. പരിണയം. അത്രയും പടങ്ങൾ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അല്ല, പേരുകള് ഡെഫിനറ്റ്ലി സീ സർട്ടൻ നെയിംസ് എന്റെ മെമ്മറീസ് അല്ല നോക്കും, പക്ഷെ ചിലതൊക്കെ മറന്നു. ആ ചോദിച്ചു. എന്റെ അതിന്റെ ഷോർട്ട് ഫോം വേണമെങ്കിൽ പറയാം. ഇജോ
ഞാൻ പറയാം മറ്റേ മീരാജനൊക്കെ ക്വീൻ അല്ല കൊച്ചു ഇത് സത്യത്തിന്റെ പടം അച്ചുവിന്റെ അമ്മ. Yes. മുരളി ക്ലാസ്മേറ്റ്സ്. ഫെലിക്സ് പറയൂ. ഫെലിക്സ് എനിക്കറിയാം. ഫെലിക്സ് അലക്സാണ്ടർ ഫെലിക്സ്. ഫെലിക്സ് ഡോക്ടർ ഐസക് സാമുവൽ. അത് അറിയാൻ വഴിയില്ല. നൈസ് ഫിലിം ആണ്. ഐ ഡോണ്ട് വർക്ക് ഇൻ തിയേറ്റേഴ്സ്. Three Dots. Yes. ചാക്കോച്ചനും ബിജുവേട്ടനും പ്രതാപും. Kishore IPS, one of the best thriller movies. Kishore. Lala's film, right? Yes. Gambler. Grand Master. Gangmaster. Yes. Wonderful Bosco. ഒരു വേറെ ഞാൻ അതൊരു മൾട്ടിസ്റ്റാർ. വട്ടത്തിൽ ബോസ്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. വേറൊരു അൺലീഷ് ചെയ്യുന്ന ആരോ ഉദ്ദേശിച്ചതാണത്. ക്യാരക്ടർ ശരിക്കും പേര് അല്ലല്ല കവി ഉദ്ദേശിച്ചതാണ്. എന്നാണ് അത് ഇറങ്ങിയത് പുലിമുരുകന്റെ കൂടെയായി പോയി. അതുകൊണ്ട് ജയൻ അതില്ല. ജയൻ ഇല്ലല്ല, അത് ആസിഫ് അലി ആസിഫ് പ്രൊഡ്യൂസ് ചെയ്തത്. ആസിഫും ബിജുവേട്ടനും ഞാൻ. പ്രകാശ് പേരുകൾ കുറച്ച് അല്ല പെർഫോമൻസ്. ഓക്കെ, പെർഫോമൻസ് ഓൾറെഡി. എന്താണ് ക്ലൂ കൊടുക്കാൻ പോകുന്നത്? ചെറിയൊരു ഒടിയൻ. ആ ഓഹോ, ഞാൻ പറഞ്ഞേ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കഥാപാത്രം എന്റെ എനിക്ക് ഓർമ്മയില്ല. ഇൻസ്പെക്ടർ വിജയ് അത് ഇൻസ്പെക്ടർ വിജയ് ഏതാണ്? എന്നെ പലവരും ബിജോയ് എന്നുള്ള പേരിൽ വിളിക്കാറുണ്ട്. അതെ, കൈദിയും വിക്രമും. ഓ സോറി. യെസ് യെസ് യെസ്. കൈദി ആൻഡ് വിക്രം. ഇൻസ്റ്റന്റ് കാണാൻ കണ്ടിട്ടുണ്ടാവും പക്ഷെ അറിയാൻ വഴിയില്ല. ഇത് പടം 2018. യെസ് യെസ്. കാർത്തിക് ഫാലിമി. അല്ലല്ല, മറ്റേ ജിംഖാന. അതിന് ഷെഫ്. അല്ല, അത് ജിംഖാന അതല്ല. അത് ശരി. അപ്പൊ ആദ്യത്തെ പടമായിരുന്നു എന്താ? അതാണ് ഫാലിമി. ഫാലിമി അത് അതാണ് ജിംഖാന. മൈ ഫേവറേറ്റ്. ആ, അത് പടക്കണം. ടൺസ് ഓഫ് വർക്ക് എനിക്കിങ്ങനെ കിട്ടുമ്പോഴേ സന്ദീപ് നീ ഇതുപോലെ കുറെ വർഷങ്ങൾക്ക് ശേഷം ചോദിക്കുമ്പോ അന്നേരം ജിത്തിന്റെ ഒക്കെ ചോദിക്കുമ്പോ ജിത്തിൻ അതെനിക്ക് ജിത്തിൻ ആക്ച്വലി പടക്കളം അത് മറ്റേ ഷർഫൂട്ടോടൊക്കെ ചെയ്ത അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ പറയണല്ലോ. അങ്ങനെ ആവട്ടെ. സന്ദീപിന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ തന്നെ ഈ ഒരു ക്രഷ് പരിപാടിയുണ്ടോ? ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ എല്ലാവരും കാണുന്നില്ല. അവിടെ ടേക്കിട്ട് ഒരു നല്ല രസമായിട്ടുള്ള ഫീലിംഗ് ആണോ അതോ ഒരു ബാധ്യതയാണോ? നമ്മളെ ഇഷ്ടപ്പെടുന്നതാണോ? എന്റെ അമ്മയുടെ ക്രഷാണ് ഈ നടത്തിയിരിക്കുന്നത്. ഇവരെന്റെ ഞാൻ അമ്മയുടെ അല്ല, ഇവര് രണ്ടുപേരും ക്രഷസിന്റെ രാജാക്കന്മാരാണ്. ഇന്നലെ നമ്മുടെ ആങ്കർ വന്നിട്ട് ലൈവായിട്ട് ക്രഷ് ആണെന്ന് പറഞ്ഞിട്ട് പോയാ നരേനോട് വെറുതെ. ഇന്നലെ നമ്മള് രാത്രി കൂടിയപ്പോ എന്നോട് പറയാൻ പണ്ട് കിട്ടിയ കത്തുകളെ കുറിച്ച് പിന്നെ വിനീതേട്ടന്
അല്ല വെച്ചൊരു post office തന്നെ തുടങ്ങി. റൊമാൻറ്റിക് ഫിലിംസ് ചെയ്യുന്ന എല്ലാവർക്കും വരും. ഇന്നിപ്പോ അതില്ല. ഇല്ല, അത് ഞാൻ നല്ലൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത് നമുക്ക് എന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ പോയി. I still have a huge bunch of letters. It's so precious. And you can read. മിക്കതും മൈ ഡിയർ വിനീത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വന്ന് കാണണം, ഒരു ഫോട്ടോ ആണ്. മോസ്റ്റ് ഓഫ് ദം വാണ്ട് ഫോട്ടോസ്. എന്റെ അമ്മയുടെ കത്ത് വന്നു. അതെ. ഇതിനിടയ്ക്ക് ഞാനൊരു അമ്പലത്തില് പെർഫോമൻസിന് പോയിട്ട് ഞാൻ ഇറങ്ങുമായിരുന്നു കാലിക്കറ്റില്. അപ്പൊ കുറച്ച് ഒരു എൽഡർലി ആയിട്ട് ഒരു ലേഡി വന്ന് ഭസ്മൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ പണ്ട് കത്തയച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് സന്തോഷം കണ്ടതിലെന്ന് പറഞ്ഞു. അവര് കൈയൊക്കെ പിടിച്ചു ഇങ്ങനെ. അല്ല അതാണ് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് അത്, ആൾക്കാരുടെ ഒരു ലവ് ആൻഡ് അഫെക്ഷൻ. ഞാൻ ഇന്നും ഇടയ്ക്ക് വെറുതെ ആ കത്തൊക്കെ എടുത്ത് നോക്കും. അതിൽ ഭയങ്കര രസമുള്ള ലെറ്റേഴ്സ്. No, there are so many letters. There was one letter. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം റൊമാൻറ്റിക് ഫിലിംസ് ചെയ്ത ആൾക്കാർക്ക്. ഞാനൊക്കെ വെരി ലോ പ്രൊഫൈൽ ആണ്. ഐ വാസ് നോട്ട് അങ്ങനത്തെ ഒരു, അല്ല ജെന്യൂൻലി ഐ ആം സേയിങ് ലൈക്ക്, എനിക്ക് ഈ ബ്ലഡിൽ എഴുതിയിട്ട് അവസാനം ഇങ്ങനെ അത് പലർക്കും ഉണ്ടാവും. അതായത് എന്നിട്ട് അതിങ്ങനെ ഫെയ്ഡ് ചെയ്യും. എഴുതി ഫെയ്ഡ്. ഇനി എന്റെ കയ്യിൽ എനിക്ക് ചോരയില്ല എഴുതാന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ സ്കെയറി ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ കുറെ കാലം വെച്ചിരുന്നുണ്ട്. ഐ ഹാഡ് ദറ്റ് ലെറ്റർ. I think that has happened to many actors. See, because ഈ ആരാധന കൊണ്ട് they just and പക്ഷെ I always respect that. I mean that അവരുടെ ഒരു affection and love is so important. അതാണ് നമ്മുടെ driving force. So I always respect that and I treat it as a treasure also. ഞാൻ ഇന്നും എൻ്റെ അടുത്തുണ്ട് ആ കത്തുകളൊക്കെ. ഞാൻ വെച്ചിട്ട് പലതരം ഇൻലൻഡ്, ചിലതൊക്കെ ഒട്ടിപ്പോയി ഇങ്ങനെ വെച്ച് എൻവലപ്സിൽ വരും അങ്ങനെ. അത് പക്ഷെ ഭയങ്കര ഇപ്പം പോപ്പുലർ വലിയ ഹീറോസിന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പേട്ടിക്കെട്ടിങ്ങനെ പോസ്റ്റ്മാൻ കൊണ്ടുപോയി വെക്കുമായിരുന്നു അത്ര അന്നത്തെ കാലത്ത്, എസ്പെഷ്യലി തമിഴിലൊക്കെ. നമ്മളെക്കാട്ടിലും എന്താണ് ഈ തമിഴും തെലുങ്കൊക്കെ. They had people to sort it out. അത്രക്ക് കത്തുകൾ വരും അന്ന്. ഇത് എനിക്കൊക്കെ ഒരു 20-25 അങ്ങനെയൊക്കെ വന്ന ടൈമുണ്ട്. അതൊക്കെയാണ് മാക്സിമം. 25 ഒക്കെ ഒരു ദിവസം പോസ്റ്റ്മാൻ കൊണ്ടുത്തരും. തലശ്ശേരിയിലായിരുന്നു ആ സമയത്ത്. ഉണ്ട് നോട്ട് എവറിത്തിങ്. നമ്മൾ ഷിഫ്റ്റ് ചെയ്താലും ഞാൻ കുറെയൊക്കെ ഞാനൊരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ട് അവിടെ ഉണ്ട്. സ്റ്റിൽ ദാറ്റ് മീ. കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ആ സമയം കഴിഞ്ഞിരുന്നല്ലോ. ഞാൻ എന്റേത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കത്തുകൾ തീർന്നല്ലോ. അതുപോലെ ലാസ്റ്റ് ഫേസിലാണ് ഞാൻ വരുന്നത്. അതെ കത്ത് ഇമെയിൽ ആവാൻ തുടങ്ങി. വന്നതോടുകൂടി ആ മാജിക് പോയി. പിന്നെ മെസ്സേജസ് ആയി വരും. എവിടെന്നെങ്കിലും നമ്പർ കിട്ടിയിട്ട് ഇങ്ങനെ വീണ്ടും. പണ്ട് നമ്മൾ ഫോട്ടോസ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് ഐ യൂസ് ടു സൈൻ ഇങ്ങനെ 200 ഫോട്ടോസ്. അല്ല ഫോട്ടോ മോസ്റ്റ് ഓഫ് ദം വാണ്ട് ഫോട്ടോസ്. റിപ്ലൈ അതില് ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് അയക്കുന്ന ആൾക്കാരുണ്ട്. സോ ദേ വിൽ അപ്രീഷിയേറ്റ് അബൌട്ട് പർട്ടിക്കുലർ അങ്ങനത്തെ തന്നെ വിൽ സിറ്റ് ആൻഡ് റിപ്ലൈ. ചിലതിനൊക്കെ മൈ മദർ യൂസ് ടു സെൻഡ് ദീസ് പിക്ചേഴ്സ്. എന്റെ അമ്മയായിരുന്നു ചെയ്യുന്നത്. അമ്മ ഡോക്ടറാണ്. പക്ഷെ അമ്മ യൂസ് ടു ഫൈൻഡ് ടൈം ആൻഡ് ഷീ വാസ് വെരി പെർട്ടിക്കുലർ. അമ്മ പറയായിരുന്നു അത് മസ്റ്റായിട്ട് അയച്ചിരിക്കണം, ഇത്രയും കാര്യമായിട്ട് ഓരോരുത്തർ എഴുതുമ്പോൾ അതിന് വാല്യൂ കൊടുക്കണം. എന്നിട്ട് ഫോട്ടോ പ്രിന്റ് ടേപ്പിച്ച് കൊണ്ടുവന്ന് ഇതിനിടക്ക് ആരോ ഒരാൾ എന്റെ കബുളിവാലയിൽ ഒരു ഫോട്ടോന്റെ ബാക്കിൽ എന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്, ഇങ്ങനെ കണ്ണുമുക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് സംബഡി സെൻഡ് ഇറ്റ് ബാക്ക് ടു മീ ത്രൂ ഫേസ്ബുക്ക്. യു ഹാഡ് സെൻഡ് ദിസ് ഫോട്ടോ ടു മീ എന്ന് പറഞ്ഞിട്ട്. അതെ. അല്ല ആരാധന എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കും എല്ലാം ഇപ്പം നമുക്കായാലും ലാലേട്ടനായാലും ഒക്കെ വി വർ ഓൾ ലൈക്ക് ഹാർഡ് കോർ ഫാൻസ്. ഓഫ് കോഴ്സ് പിക്ചർ കളക്ട് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കമൽഹാസന്റെ ഐ വാസ് എ ഗ്രേറ്റ് ഫാൻ ഓഫ് കമൽഹാസൻ ആൻഡ് ശ്രീദേവി മാൻ. ഹാർഡ് കോർ ആയിരുന്നു ലൈക്ക്. അതെ അതെ. അന്നിങ്ങനെ ഇന്റർവ്യൂസ് ഒന്നുമില്ല, ആക്സസ്. അതെ. എനിക്ക് ഓർമ്മയുണ്ട് ശ്രീദേവി മാമിന്റെ ഐ യൂസ് ടു ഡൈ ടു. ഇപ്പൊ നമ്മള് ഫിലിം ഫെയർ അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇന്റർവ്യൂസ് ഉണ്ടാവുക. അവരുടെ ടെലിവിഷനിൽ ഒരു പ്രാവശ്യം ലഹരിയിൽ ഷീ കെയിം, വിച്ച് വാസ് ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ് വാസ് എ ടോക്ക് ഓഫ് ദ ടൗൺ എന്ന്. ബിക്കോസ് ഫസ്റ്റ് ടൈം ശ്രീദേവി വാസ് അപ്പിയറിംഗ് ഇൻ എ ടെലിവിഷൻ ഇന്റർവ്യൂ.
അതിന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതിന്നും യൂട്യൂബിലുണ്ട്. അത് യു ക്യാൻ വാച്ച് ഇറ്റ്. വളരെ ലിമിറ്റഡ് ആയിട്ട് അവർ സംസാരിക്കും. ഷി ഡസൻ ടോക്ക് മച്ച്. ആൻഡ് അത് കണ്ടിട്ട് എക്സൈറ്റഡ് ആയത് എനിക്ക് ഓർമ്മയുണ്ട്. സോ ഓബിയസ്ലി ഇന്ന് മാരത്തോൺ ഓഫ് ഇന്റർവ്യൂസ് ആണ്. അന്ന് നമ്മള് കിട്ടുക ഇന്ന് പ്രൊമോഷൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ കാണുന്നത്? ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു phase എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ. അതെ. ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ടൈംസ്. ദിസ് ഇസ് ദ വേ. പക്ഷെ ദിസ് ഇസ് നമ്മള് ആസ് എ ടീം വി ആർ റിക്വസ്റ്റിംഗ് ഓഡിയൻസിനോട് റിക്വസ്റ്റ് ബിക്കോസ് പീപ്പിൾ ആർ ബിസി. ദേ ഗോട്ട് സോ മെനി തിങ്സ്, സോ മെനി ഓപ്ഷൻസ്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പടം വരുന്നുണ്ട് എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കുക. അതാണ് മെയിൻ തിങ്. അതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളും റിവീൽ ചെയ്യാണ്ട് അവർക്ക് സ്പോയിലർ ആവരുത്. അതാണ്. അപ്പൊ അന്ന് 50 സിനിമകളാണെങ്കിൽ ഇന്ന് 200 സിനിമകൾ. സോ ദർ ഇസ് എ കോൺസ്റ്റന്റ് ട്രൈങ്. വി ഹാവ് ടു ട്രൈ ടു ബ്രിങ് ഇൻ പീപ്പിളിന് ഉള്ള സമയമാണെങ്കിൽ കുറഞ്ഞു വരുന്ന ആൾക്കാർ. അത്രയും സിനിമകളൊക്കെ നിരഞ്ജനം പറഞ്ഞത് 200 പടങ്ങളൊക്കെയാണ്. അത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു 100-150 പടം. ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലത്തെ പടങ്ങളും ഇവിടെ റിലീസ് ആവുന്നില്ല. പണ്ട് അതിനൊക്കെ ആക്സസ് വളരെ കുറവായിരുന്നു. നമ്മുടെ സിനിമ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതും കുറവാണ്. ഇന്ന് അങ്ങനെയല്ല. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിലെല്ലാ രാജ്യത്തെ പടങ്ങളും കാണാൻ പറ്റും വേണമെങ്കിൽ. അപ്പൊ അതിന്റെയൊക്കെ ഇടയിൽ തിയേറ്ററിൽ പോയി പടം കാണുക എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇതിന് 3 പേരും 3 ഡിഫറെന്റ് ആണ്. ഇപ്പൊ കത്ത്, ജിമെയിൽ, ഇൻസ്റ്റഗ്രാം, അപ്പൊ അങ്ങനെ 3 എടുക്കുന്നത് ഞാൻ ചോദിക്കാം. ഇപ്പൊ OTT വരുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ ചോദിക്കുന്നത് 3 പേരുടെയും ഒരു അനാലിസിസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സിനിമ തിയേറ്ററുകളിൽ പോയി ഫാമിലി കാണണമെങ്കിൽ കുറഞ്ഞൊരു 500,000 എങ്കിലും ആകും. മറ്റേ സ്നാക്സ് എല്ലാം വരും, ജസ്റ്റ് ടിക്കറ്റ് റേറ്റ്സ്. എന്നാൽ ഈ പല ടീംസും ചെയ്യുന്നത് പറഞ്ഞാൽ OTT സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം വെയിറ്റ് ഫോർ OTT വരട്ടെ. അവർ ഈ കൂടെ മൂവി ബസ് ആണോന്നില്ല. അവരുടെ ജോലിയുടെ ഇടയിൽ പറഞ്ഞ പോലെ കിട്ടുന്ന ടൈമിൽ സിനിമ കാണുന്നതാണ്. ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഐ ജസ്റ്റ് വാണ്ട് ടു നോ യുവർ 3 ഒപ്പീനിയൻസ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം സെലക്ട് ചെയ്ത് പിക്ക് ചെയ്യും. ഇപ്പോൾ ഒരാഴ്ചയിൽ റിലീസ് ആകുന്ന സിനിമകളുടെ എണ്ണവും അതനുസരിച്ചാണ്. അപ്പം അവരെ ആകർഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ റിവ്യൂസ് ഉൾപ്പെടെ കണ്ടിട്ടായിരിക്കും പല ഫാമിലീസും തിയേറ്റേഴ്സിലേക്ക് പോകും. ഇതിന്റെ ഒരു കൃത്യമായ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അങ്ങനെ ഇക്വിലിബ്രിയം എത്താൻ പറ്റില്ലല്ലോ ലോജിക്കലി. ഇപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് എ പ്രയോറിറ്റി. ഇപ്പൊ ആൾക്കാർ തിയേറ്ററിൽ പോകണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഭയങ്കര ഒരു എക്സ്ട്രോർഡിനറി മൂവി എക്സ്പീരിയൻസ് ആയിരിക്കണം. ടെക്നിക്കൽ ബ്രില്യൻസ്. ഇപ്പൊ ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈവൺ മോർ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട് കമ്പയർഡ് ടു ഫ്യൂ ഇയേഴ്സ് ബാക്ക്. കാരണം മറ്റത് ജനങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇല്ലല്ലോ, വീട്ടിലിരുന്ന് എപ്പോൾ വേണമെങ്കിലും കാണാൻ. സാറ്റലൈറ്റിൽ വരുമ്പോൾ ഇപ്പോൾ ഏഷ്യനെറ്റിലോ സൂര്യയിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ വരുമ്പോൾ ഇതിലേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ VHS കാസറ്റിൽ എടുത്തിട്ട് വരണം, അല്ലാണ്ട് എപ്പോഴും ഇരുന്ന് കാണാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് കാരണം മടി കൂടിയത് കൊണ്ട് ഹാഫ് ഓഫ് ദം ആർ ഫാമിലി, പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞവരൊന്നും തിയേറ്ററിലേക്ക് തന്നെ വരുന്നില്ല. അപ്പോൾ യു ഹാവ് ടു ഹാവ് എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്തിട്ട് യു ടു ബ്രിങ് ദം ടു ദ തിയേറ്റേഴ്സ്. അതിന് വി ഹാവ് ടു ആസ് പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് അല്ല, അതിന് മുമ്പ് തന്നെ അങ്ങനത്തെ സബ്ജക്റ്റുകൾ നമ്മൾ വി ഹാവ് ടു ട്രൈ ടു ഡു ഇറ്റ് ആൻഡ് വി ഹാവ് ടു പുട്ട് ഇൻ ഈവൺ മോർ എഫേർട്ട് ടു ഡു സച്ച് ഫിലിംസ്. അല്ലാണ്ട് മുമ്പത്തെ പോലെ ജസ്റ്റ് ഒരു പടം ചെയ്തിട്ട് കാര്യമില്ല. ഐ മീൻ മുമ്പത്തെ പോലെ എന്നല്ല, അങ്ങനെ യു കാൻ ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. എഫേർട്ട് ഇസ് ബിക്കം മോർ ഫോർ എവറിബഡി. ഒരു റൈറ്റർ ആണെങ്കിലും ശരി, റൈറ്റർ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്ത് എഴുതണം എന്നുള്ളത് ഇപ്പോൾ ഏത് ഓഡിയൻസ് ഇറ്റ്സ് ബിക്കം മോർ ഡിഫിക്കൽട്ട്. ഡയറക്ടറും തന്നെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ തന്നെ ഇനി എന്ത് വിഷ്വൽസ്, കാരണം ലോകത്തിലുള്ള വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുക ജനങ്ങൾ. സോ എവറിത്തിങ് ഇസ് ബിക്കം വെരി മോർ ടഫ്. ആൻഡ് ഐ തിങ്ക് യു ഹാവ് ടു ബ്രിങ് ദ ന്യൂ ജനറേഷൻ. അവര് വന്നാലാണ് ഇപ്പം. Because elders generally they're all sticking to OTT. Yeah, every 10-15 years the generation work pressure അതൊക്കെ ഉണ്ടല്ലോ. പ്രൊഫഷണൽ പ്രഷർ, ടൈം, യു ഹാവ് ടു പ്ലാൻ. ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ പ്ലാൻ ചെയ്ത് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓൾ ദാറ്റ് ഇസ് എക്സ്പെൻസ് ഓഫ് കോഴ്സ്. സോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്യൂട്ട് ലിറ്റിൽ ഫാമിലി ഓറിയന്റഡ് ഫിലിം എല്ലാം they'll wait for OTT. ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ പലതും TV ഫിലിംസ് ആൻഡ് തിയേറ്റർ ഫിലിംസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, പണ്ടേ തോന്നിയില്ല. ഈ പടം നമ്മൾ TV കാണുമ്പോൾ ചിലർ പാടില്ല, TV കാണുമ്പോൾ നല്ല സിനിമ അല്ലേ, പക്ഷെ തിയേറ്ററിൽ ഓടിയില്ല. കാരണം അത് തിയേറ്ററിൽ പോയി കാണാവുന്ന രീതിയിലത്തെ സാധനങ്ങളായിക്കൊള്ളുന്നില്ല തിയേറ്ററിൽ ആ പടത്തിൽ. ഇറ്റ്സ് എ ഫീൽ ഗുഡ് ഫിലിം, അങ്ങനത്തെ സാധനങ്ങൾ. അത് ആ കാലഘട്ടത്തിന്റെ ഇതാണ്. ടൈംസ് ഹാവ് ചേഞ്ച്ഡ്. പണ്ടങ്ങനെയല്ല. പണ്ട് വഴിയില്ലല്ലോ, പഴയ തിയേറ്ററിലല്ലേ ഉള്ളൂ. ആൻഡ് ഇന്ന് എല്ലാത്തിനുപരി ഐ തിങ്ക് ഇറ്റ്സ് വേർഡ് ഓഫ് മൗത്ത്. ആൾക്കാർ പറഞ്ഞ് സെക്കൻഡ് ഷോ മുതൽ അത് കയറി കഴിഞ്ഞാൽ തീർന്നു. ദെൻ ഇറ്റ്സ് ലൈക്ക് ഓക്കെ, ഐ ഓൾസോ വാണ്ട് ടു സീ. പിന്നെ നീ കണ്ടില്ലേ ആ പടം എന്ന് വെച്ചാല് ഇല്ലാന്ന് പറഞ്ഞാൽ അതൊരു
പുറമാണ്. അതെ അതെ, ഇറ്റ്സ് ബിക്കം ലൈക്ക് ദാറ്റ്. അല്ല ഞാൻ നാളെ പോകും. സോ ഇറ്റ്സ് ബിക്കം ലൈക്ക് ദാറ്റ്. സോ ആ വേർഡ് ഓഫ് മൗത്ത് ആണ് ഇപ്പോഴത്തെ മെയിൻ. ഇപ്പോഴത്തെ പവർ എവറിത്തിങ്. ആ പടം റിലീസ് ആവുന്ന 3 ദിവസം മുമ്പാണ് ട്രെയിലർ വരുന്നത് കൃഷ്ണന്റെ കണ്ടത്തിന്റെ തന്നെ. അപ്പൊ ആദ്യം പോയി അത് ഓണം റിലീസിൽ സ്ലോ പേസ്ഡ് സിനിമ. ഓണം എന്ന് പറഞ്ഞ സെലിബ്രേഷൻ. പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടാവും. അതിന്റെ കൂടെ തന്നെ ഇറങ്ങിയതാണ് ARM അല്ലേ? വലിയൊരു പടം ഇറങ്ങി, ഇതും ഇറങ്ങി, ആൻഡ് രണ്ടും ഓടി. സോ പീപ്പിൾ വെർ റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ്. അപ്പോ ജനങ്ങൾ അതിന് റെഡി ആയിരിക്കും. ലൈക്ക് ഇപ്പോ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ ആഴ്ചയിൽ 4 പടം ഇറങ്ങിക്കഴിഞ്ഞ ഒരു മാസത്തില് ഇറങ്ങിക്കഴിഞ്ഞ പണിയാണ് അത്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു ഗോട്ട് ടു ടേക്ക് എ കോൾ. അതെ. ജസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻസ് ആണ് ഒരു സിനിമയുടെ വിജയത്തെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടല്ലോ. ഓർമ്മിച്ച നാള് മുതൽ അങ്ങനെ പണ്ട് ദിവസങ്ങളായിരുന്നു ഒരു 75 ദിവസം പോസ്റ്റർ അല്ലെങ്കിൽ 100 ദിവസം. അത് പോസ്റ്റ് വരുന്നത് വെച്ചാൽ അത് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉള്ളതുകൊണ്ടാണല്ലോ ഈ ദിവസങ്ങൾക്ക് എത്തുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ തിയേറ്ററിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. ഹൗസ്ഫുൾ ആവണമെന്നില്ലല്ലോ ഷൂസ്. ഇല്ല ഹൗസ്ഫുൾ ആവണമെന്നൊന്നുമില്ല. പക്ഷെ അത് തിയേറ്റേഴ്സിൽ ഒരുവിധം മിനിമം ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഓടിക്കും, അല്ലെങ്കിൽ അവര് പടം മാറ്റും. ഹോൾഡ് ഓവർ. അല്ലാണ്ട് വെറുതെ ഹോൾഡ് ഓവർ ഒക്കെ ചെയ്യും. കാരണം അവർക്ക് ഇലക്ട്രിസിറ്റിയും പല വിഷയങ്ങളും ഇല്ലേ. പക്ഷെ അന്ന് ഗ്രേസ് ടൈം ഉണ്ടായിരുന്നു. ഒരു ആഴ്ചയൊക്കെ തരും ഒരു പടത്തിന്. നമ്മുടെ അല്ല അത് ആ ഒരാഴ്ച കഴിയുമ്പോഴാണ് ആ അടുത്ത വീക്കെൻഡിലായിരുന്നു മിക്ക പടങ്ങളും, ഇൻക്ലൂഡിങ് ആകാശദൂത്, നമ്മുടെ ഓൾ ആ ഫിലിംസ്, നക്ഷത്രങ്ങൾ എല്ലാം ഫസ്റ്റ് വീക്ക് എൻഡ് വീക്കെൻഡിലാണ് ക്രൗഡ് കയറുന്നത്. ആദ്യം ബാൽക്കണി ഫുള്ളാവും, ദെൻ നൂൺ ഷോ ഫുള്ളാവും. അങ്ങനെ മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് വില ദാറ്റ്. ഇപ്പൊ 75 ദിവസം അന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പോ 10 തിയേറ്ററിൽ കളിക്കുന്നതായിരിക്കും. ഇന്നിപ്പോ ആ സമയത്ത് 100 തിയേറ്ററിലായിരിക്കും പടം ഒരുമിച്ച് വരുന്നുണ്ടാവുക, ഡിഫറെന്റ് ഷോസ്. അപ്പൊ ഈ 75 ദിവസത്തെ കാശ് നമ്മൾ 10 ദിവസം കൊണ്ട് ഉണ്ടാക്കണോ ഇവിടെ? ഇപ്പോ ഒരു എക്സാമ്പിൾ ലോജിക്കലി അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു പടം 100 ദിവസം ഓടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഹേർഡ് ഓഫ്. അന്ന് നമ്പർ ഓഫ് തിയേറ്റേഴ്സും കുറവാണ്. 100 ദിവസം ഒന്നും ഈ പുതിയ 100 കോടി കിട്ടിയതായിരിക്കും. ചിലപ്പോ അതൊക്കെ ഏതെങ്കിലും 1-2 തിയേറ്റേഴ്സിലായിരിക്കാം. നമ്മൾ പറയുന്ന ഓൺ ദ ഹോൾ പറയുക. നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കുറവല്ലേ അന്ന്? A സെന്റേഴ്സിൽ മാത്രമായിരുന്നു റിലീസ്. ദെൻ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് ബിയിലേക്ക് പോകുന്നതും. ആഫ്റ്റർ കപ്പിൾ ഓഫ് മന്ത്സ് ഇറ്റ് ഗോസ് ടു സി സെന്റേഴ്സ്. ഇപ്പൊ എല്ലാം ഒറ്റ സ്റ്റഡിക്ക് വരും. ടൈംസ് ഹാവ് ചേഞ്ച്ഡ്. അതാണ് കൈവീത് അറിയില്ല. ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് പാർട്ട് 2. എനിക്ക് തോന്നുന്നു അവിടുത്തെക്കാട്ടിലും ചർച്ചകൾ ഇവിടെയാ തോന്നുന്നു. ഞാൻ എന്നിട്ട് അവിടെ പറയാറുണ്ട്, ലോകേഷ് ഇവരുടെ അടുത്ത് പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച എവിടെയാണ്. അവര് ഞാനിതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ അവര് ഞെട്ടിപ്പോയി. ഇതൊക്കെയാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നതാണോ? എന്നാ സാർ ഇത് നമ്മളിപ്പോ എന്താ ചെയ്യാ, നമ്മള് ഒരു പറയട്ടെ, അല്ലാണ്ട് ഇപ്പോ ജസ്റ്റ് വെയിറ്റിംഗ്, ലെറ്റ്സ് സീ. ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ലൈനപ്പ് ഉണ്ടല്ലോ സന്ദീപിന്റെ, പല യങ്സ്റ്റേഴ്സും കൊതിക്കുന്ന ലൈനപ്പാണ്. യു ഹാവ് ഓൾ ദ ബോക്സ് ഓഫീസ് കളക്ഷൻ, നേരത്തെ പറഞ്ഞ ടിക്ക് മാർക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മളൊരു ഇപ്പൊ സ്റ്റാർ സൂപ്പർ സ്റ്റാർ അങ്ങനത്തെ രീതിയിൽ ടു ബി നോൺ എല്ലാവരിലേക്കും വളരെ പോപ്പുലർ ആവുന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള സ്ക്രിപ്റ്റ് സെലക്ഷൻസ് എങ്ങനെയാണ്? ചൂസിങ് ദി റൈറ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു നാച്ചുറൽ പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ തിയേറ്റർ സിനിമയൊക്കെയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്യുക, അതൊരു മേജർ പ്രഷർ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ സ്ക്രിപ്റ്റ്സ് കേൾക്കുമ്പോൾ. അല്ല ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ ചെയ്യുന്ന എല്ലാ സിനിമയും നല്ല സിനിമയുടെ ഭാഗമാണെന്നുള്ളത് തന്നെയാണ്. അപ്പൊ എല്ലാ സ്ക്രിപ്റ്റും ഇപ്പം ചൂസ് ചെയ്യുന്ന അതേ എഫേർട്ട് തന്നെയായിരുന്നു ആദ്യവും നമ്മൾ സ്റ്റാഫ് അല്ലെങ്കിൽ എന്താ പറയുന്ന കൂടുതൽ പോപ്പുലർ ആവുന്നതിന് മുന്നേ ഞാൻ എടുത്തിരുന്ന എഫേർട്ട്. പക്ഷെ ഇപ്പം ആൾക്കാരുടെ എക്സ്പെക്ടേഷനും കൂടി. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒന്നും കൂടെ ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. അപ്പം പെട്ടെന്നൊരു മാറ്റം വന്നെന്നുള്ളതിനേക്കാളും സിനിമയിലേക്ക് വരണം ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ്. അപ്പൊ ഒരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെസ്പോൺസിബിൾ ആയിരുന്നു എന്നുള്ളൊരു തിങ്കിങ് തന്നെയാണ് ഫുൾ ജേർണി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്.
വിനീതിന്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കൊള്ളാറുണ്ട്. ലൈക്ക് നിലവിൽ ഞാൻ പറഞ്ഞ ഒരു പുതിയ വേർഷൻ ഓഫ് വിനീതിന്റെ പറയുന്ന ഡിസ്കഷൻ റോൾസ് ഒരു പിക് സീം സോ ജെനുവിൻ എന്നുള്ള സംഭവം വന്നിട്ടുണ്ട്. ലൈക്ക് അതൊരു കമ്മീഷൻ വീട്ടിലാവാം. ഇപ്പൊ പാച്ചുവിലൊക്കെ വേറെ വിനീതിനെയാണ് കാണുന്നത്. Just want to know how your script selection process. Because you pick some, you reject some. Yeah, definitely. Like എനിക്കും കംഫർട്ടബിൾ ആയതും when you read a story, you know, that totality ആണ് ഞാൻ നോക്കുന്നത്. Do you think about the crew team? Most certainly. Priority അത് തന്നെയാണ്. The team is very important. Of course, story line അവർ പറഞ്ഞത് സ്ക്രിപ്റ്റ് വായിച്ചാൽ because ഈ execution is a big task. And it has to be very organized, very disciplined. ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ യു കം ഔട്ട് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് ഔട്ട്പുട്ട്. പിന്നെ ആ ഇത്തരം ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റ്, ഇപ്പൊ എക്കോന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്ക്രിപ്റ്റ് ആണ്. സോ എനിക്ക് ഐ നീഡ് ടു ഹാവ് ദ ഫീൽ ഓഫ് ദ ഹോൾ ഫിലിം. അത് കഴിഞ്ഞിട്ടാണ് വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ആസ് എൻ ആക്ടർ. അതില് ദർ ഹാസ് ടു ബി സംതിങ് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ വെരി സബ്സ്റ്റാൻഷ്യൽ അല്ലാണ്ട് വരുന്നതിനോട് എനിക്ക് ഐ വിൽ ഓണസ്റ്റ്ലി ടെൽ ദം ദർ ഇസ് നത്തിങ് ഫോർ മീ ടു ഡു. ഈവൻ ഇഫ് ഇറ്റ്സ് വൺ സീൻ ദാറ്റ്സ് ഇനഫ്. അത് അങ്ങനെ എന്നാലേ നമ്മൾ പ്രേക്ഷകന്റെ മനസ്സിൽ ഇപ്പൊ ഒരു പടം കണ്ടിട്ട് പോകുമ്പോൾ ദേ ഷുഡ് റിമെമ്പർ ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ എന്നുള്ളതാണ് എൻ്റെ. വിത്ത് ദി ഓൾ ദി മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ഈവൻ ഇഫ് യു ഡൂയിങ് എ സപ്പോർട്ടിംഗ് ഓർ എ സെക്കൻഡറി റോൾ, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? അപ്പൊ അവിടെയാണ് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടും നമുക്ക് വി കൻ ഗ്രോ ആസ് എൻ ആക്ടർ ആൻഡ് യു റിമെയിൻ ഇൻ ഓഡിയൻസിന്റെ മനസ്സിൽ അത്തരം വ്യത്യസ്തത വരുത്തുമ്പം. അപ്പം എസ്പെഷ്യലി ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം ഇപ്പൊ ഞാൻ ഓഫ് ലൈറ്റ് ചെയ്തതെല്ലാം അങ്ങനത്തെ ബ്യൂട്ടിഫുൾ റോൾസ് ആൻഡ് ഇപ്പൊ വരാൻ പോകുന്നതും കത്തനാർ മോസ്റ്റ് സെർട്ടൻലി അല്ല പണ്ടേ അങ്ങനെയായിരുന്നു, കോൺഷ്യസ് ആയിരുന്നു. പക്ഷെ ഓബ്ലിഗേഷൻ കൊണ്ട് യു ഗോ ആൻഡ് ഡു സർട്ടൻ ഫിലിംസ്. വിനീതേട്ടനൊക്കെ അത്രയും കോൺടാക്ട്സ് വെച്ചിട്ടേ പകുതി പേര് വിളിക്കുമ്പോ നോ പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതെ അതുണ്ട്. ഇപ്പം ആരെങ്കിലും ഒരാൾ വിളിച്ചൊക്കെ പറയുമ്പോൾ യു ഓട്ടോമാറ്റിക്കലി അവിടെ യു ഡോണ്ട് തിങ്ക് ഓഫ് എനിത്തിങ്. പക്ഷെ എങ്കിലും അവിടെയും വെരി പൊളൈറ്റ്ലി. See, I'm not at all harsh and I very politely, with all respect to that project, it might be a very excellent ഇതായിരിക്കാം. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടറിന് കോൺട്രിബ്യൂട്ട് ഒന്നുമില്ല. ഞാൻ വെരി ഓണസ്റ്റ്ലി ആയിട്ടില്ല. അങ്ങനെ ഇഷ്ടം പോലെ ഇപ്പൊ എസ്പെഷ്യലി വൺസ് യു ഷിഫ്റ്റ് ടു ക്യാരക്ടർ റോൾസ്, ഡിഫറെന്റ് ഓപ്ഷൻസ് അതെ. നമുക്ക് പലതരം ക്യാരക്ടേഴ്സ് വരും. സോ അതിൽ എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടില്ലെങ്കിൽ ഐ വെരി പൊളൈറ്റ്ലി ഐ സേ നോ. ഇങ്ങനെ ഇപ്പം ചെയ്തതില് ഇപ്പൊ കത്തനാറിൽ ഐ ഗോട്ട് എ ബ്യൂട്ടിഫുൾ റോൾ, റോജിന്റെ കടമറ്റത്ത് കത്തനാർ. ദെൻ ഐ ഡിഡ് എ വെബ് സീരീസ് ഫോർ ജീതു ജോസഫ്, റോസ്ലൻ, സുമേഷ് ഡയറക്ട് ചെയ്ത. അത് എക്സലന്റ് സ്ക്രിപ്റ്റും ക്യാരക്ടറുമാണ്. അങ്ങനെ കപ്പിൾ ഓഫ് പ്രോജക്ട്സ് ഉണ്ട്. സോ ലൈക്ക് അതൊക്കെയാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ്. ദെൻ എക്കോസ് അനദർ വെരി വെരി എക്സൈറ്റിംഗ് ജേർണി. It's a very, very big profile film. Creative genius of a lot of people. അതെ, ഷൂട്ടിംഗ് തന്നെ ഐ തിങ്ക് വി ഫിനിഷ്ഡ് more than a year കഴിഞ്ഞു. അതിന്റെ ഫുൾ ഒരു ഇയർ ഷൂട്ടിംഗ്. ജയസൂര്യൊക്കെ ഐ തിങ്ക് ഹിസ് ബീൻ കമ്മിറ്റഡ് വിത്ത് ദാറ്റ് പ്രോജക്ട്. ഞാൻ വരുന്നതിന് മുമ്പേ ലൈക്ക് ബിഫോർ ഐ എൻറ്റർ ദ പ്രോജക്ട്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഒരു ഭയങ്കര ഒരു എക്സ്ട്രോർഡിനറി ലാൻഡ്മാർക്ക് ഫിലിം ആയിരിക്കും. ഐ ആം പ്രേയിങ്. എനിക്കറിയാം ഞാൻ എക്കോ ഒന്നുമേ ടച്ച് ചെയ്യാതെ പോയ ഒരു സാധനം. എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഇരുന്നു പറഞ്ഞത്. ഐ ഡോണ്ട് വാണ്ട് എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ജസ്റ്റ് ബിക്കോസ് ദീസ് ടീം ഡിലിവേർഡ് കിഷ്കിന്ദ കാർഡ്. അതുകൊണ്ട് മാത്രമാണ് ഐ ഡോണ്ട് വാണ്ട് ടു ബ്രേക്ക് എനിത്തിങ്. അത് നിങ്ങൾക്കും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും ടു സേ ഓർ ബട്ട് ടീസറിൽ തന്നെ 2 കട്ട്സ് അടുപ്പിച്ച് നിങ്ങൾ രണ്ടുപേരുടെയും ക്ലോസ് ഐ ഷോട്ട്സ് ഭയങ്കര ചില്ല് തന്നൊരു സാധനമാണ്. ജസ്റ്റ് ബിഫോർ സൂരജിന്റെ പേര് എഴുതി കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും അടുപ്പിച്ചൊരു ക്ലോസ് ഒരു ഐ ഷോട്ട് പരിപാടി സന്ദീപിന്റെ ലാസ്റ്റ് നടന്നു പോകുന്നിടത്തുനിന്നും സംതിങ് ഇൻട്രസ്റ്റിംഗ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഐ വാണ്ട് ടു നോ എന്തെങ്കിലും ഐ ഹോപ്പ് ഇറ്റ് ഹാപ്പൻസ് വിത്ത് യു. മോസ്റ്റ് സർട്ടൻലി, എനി ടൈം. And thank you. Thank you.